ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിൽ രണ്ട് ക്ലോക്കുകളുണ്ട്. രണ്ടും സെയിം ക്ലോക്കാണ്. രണ്ടിലും ബാറ്ററി ഇട്ടുണ്ട്. പക്ഷെ ഒരു ക്ലോക്ക് മാത്രം നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ക്ലോക്കിനാണ് മാസ് കൂടുതൽ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരവായിരിക്കും പറയുക? വരും, നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് ടോർച്ചിലും ബാറ്ററി ഇട്ടുണ്ട്. പക്ഷെ ഒരു ടോർച്ച് മാത്രമേ നമ്മൾ ഓൺ ആക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് ഏത് ടോർച്ചിനാണ് മാസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഇനി മൂന്നാമത്തെ ഒരു കേസ് നോക്കാം. നിങ്ങളുടെ അടുത്ത് ടോയ് കാർ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഓടുന്ന ടോയ് കാർ. ഒന്നിന് നമ്മൾ മാക്സിമം ഇങ്ങനെ കറക്കി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തേന് നമ്മൾ ചുമ്മാ വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് ടോയ് കാറിൽ ഏതിനായിരിക്കും മാസ് കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഈ കൺഫ്യൂഷൻ എല്ലാം തീർക്കുന്നതാണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ചോദിച്ച 3 ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് E=mc² എന്നുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം E=mc² എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം 4 പേപ്പർ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കൂടെ 4ാമത്തെ പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. അദ്ദേഹം പറഞ്ഞത് മാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് എനർജിയുടെ വേറൊരു ഫോം തന്നെയാണ്. അതുപോലെ മാസിനെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എനർജിനെ മാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് ഈ ഇക്വേഷൻ എവിടെയെല്ലാം അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ ഇക്വേഷൻ നമുക്ക് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മേലെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ ലൈറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലൈറ്റിന് മാസ് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ എനർജി 0 ആയിട്ടായിരിക്കും ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുക. അപ്പോൾ E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ലൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ? കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ E² PC² MC² എന്നാണ്. അപ്പോൾ m 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് E=PC എന്ന് കിട്ടും. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. അപ്പോൾ ലൈറ്റിന്റെ കേസിൽ നമുക്ക് E=mc² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അല്ല വരിക, E=PC എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞു മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഈ ഇക്വേഷൻ പ്രകാരം. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത്ര എനർജി എന്ന് പറയുന്നത് കുറേ വീടുകൾക്ക്, അതായത് ലക്ഷക്കണക്കിന് വീടുകൾക്ക് വർഷങ്ങളോളം നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്ന അത്രയും തന്നെ എനർജിയാണ് ഈ 1 കിലോഗ്രാം ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനു മുന്നേ നമുക്ക് ആറ്റത്തിന്റെ ഘടനയിലേക്ക് പോകാം. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിനു ചുറ്റും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഇങ്ങനെ ക്ലൗഡിൽ കറങ്ങുന്ന പോലെ കറങ്ങുന്നുണ്ടാവും. ഇനി ന്യൂക്ലിയസിനകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാവും. ന്യൂട്രോൺസിന് നമുക്കറിയാം ചാർജ് ഒന്നും ഉണ്ടാവില്ല, പ്രോട്ടോൺസിന് പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഈ പ്രോട്ടോൺസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്? സാധാരണ ഇത് റിപ്പൽ ചെയ്ത് പോകേണ്ടതാണ്, പക്ഷെ പോവാതെ ഒരുമിച്ച് തന്നെ അവിടെ നിൽക്കുന്നു ന്യൂട്രോൺസിൻ്റെ കൂടെ. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇതിന് കാരണം നമ്മുടെ സിസ്റ്റത്തിലുള്ള 4 ഫോഴ്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് കാരണമാണ് ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇങ്ങനെ കമ്പൈൻ ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കാം. ഹെവി ആയിട്ടുള്ള എലമെന്റ്സിന്റെ ന്യൂക്ലിയസ് എപ്പോഴും ഭയങ്കരമായിട്ട് അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് നമ്മളൊരു യുറാനിയം 235 എടുക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. അതിനകത്ത് ഒരു ന്യൂട്രോൺ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും, ബേരിയവും ക്രിപ്റ്റോണും. അതുപോലെ തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള എനർജിയും റിലീസ് ആവും. എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് E=mc² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് തരുന്നത്. എവിടെ നിന്നാണ് ഇത്രമാത്രം എനർജി വരുന്നത്? ഇത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നതിന് മുന്നേയും നടന്നതിന് ശേഷവുമുള്ള ഈ എലമെന്റ്സിന്റെ വെയിറ്റ് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫിഷൻ നടന്നതിന് ശേഷമുള്ള എലമെന്റ്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫിഷൻ നടക്കുന്നതിന് മുന്നുള്ള എലമെന്റ്സിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു മാസിന്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ മാസിൽ നിന്ന് എത്രമാത്രം എനർജി ഉണ്ടാവുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ E=mc² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ C എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലാണ്, M വളരെ കുറവാണെങ്കിൽ കൂടെ തന്നെയും നമുക്ക് എനർജി എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ ഫ്യൂഷനിൽ 2 ലൈറ്റ് വെയിറ്റ് ന്യൂക്ലിയസ് ജോയിൻ ആയിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അവിടെയും ഒരു മാസ് കുറവ് വരുന്നു, ആ ഒരു മാസ് ഡിഫക്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എനർജി റിലീസ് ആവുന്നു. ഈ പ്രതിഭാസമാണ് നമ്മുടെ സൂര്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ഹൈഡ്രജൻ ആറ്റംസ് ജോയിൻ ആയിട്ട് ഒരു ഹീലിയം ഉണ്ടാവുന്നു, അവിടെയും എനർജി റിലീസ് ആവുന്നു മാസ് ഡിഫക്റ്റ് കാരണം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫിഷന്റെയും ഫ്യൂഷന്റെയും നമ്മൾ സിനാരിയോ പഠിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ കുഞ്ഞു മാസിൽ നിന്ന് ഇത്രമാത്രം എനർജി ഉണ്ടാവുന്നത് എന്ന്.
ഇനി നമ്മൾ നേരത്തെ ചോദിച്ച 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിന്റെ കേസാണ്. ഒരു ക്ലോക്ക് കറങ്ങുന്നുണ്ട്, രണ്ടാമത്തെ ക്ലോക്ക് കറങ്ങുന്നില്ല. ഈ കറങ്ങുന്ന ക്ലോക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ പൽചക്രങ്ങൾ കറങ്ങുന്നുണ്ടാവും അല്ലേ? അവിടെ അപ്പോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ കാരണം ഒരു ഫ്രിക്ഷണൽ എനർജി അല്ലെങ്കിൽ ഒരു തെർമൽ എനർജിയും അവിടെ ജനറേറ്റ് ആവാൻ സാധ്യതയുണ്ട്, വളരെ മൈന്യൂട്ട് ആണെങ്കിൽ കൂടെ തന്നെയും. അപ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ E=mc² പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറങ്ങുന്ന ക്ലോക്കിലായിരിക്കും കൂടുതൽ മാസ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലാണ് മാസ് കൂടുതലെങ്കിലും നമ്മൾ ഫിസിക്സിന്റെ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് കറങ്ങുന്ന ക്ലോക്കിന് തന്നെയായിരിക്കും കൂടുതൽ മാസ് ഉണ്ടാവുക. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള ടോർച്ചിലേക്ക് വരാം. ഒരു ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ടോർച്ചിൽ നിന്ന് കുറെ എനർജി ലോസ് ആവുന്നുണ്ട് അല്ലേ? ലൈറ്റ് ആയിട്ട് നമുക്ക് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റിൽ മാസ് കുറവായിരിക്കും, എന്നാൽ രണ്ടാമത്തതിന് കൂടുതലുമായിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് ആയിട്ടുള്ള നമ്മുടെ ടോയ് കാർ അല്ലെങ്കിൽ ഒരു ടോയ് വെഹിക്കിൾ നമ്മളിങ്ങനെ കറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്പ്രിങ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, രണ്ടാമത്തത് നമ്മൾ ചുമ്മാ വെച്ചിരിക്കുകയാണ്. സ്പ്രിങ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ കേസ് എടുക്കുകയാണെങ്കിൽ ഈ നമ്മൾ കറക്കി വെച്ചിരിക്കുന്ന ടോയിനായിരിക്കും എനർജി കൂടുതൽ, അതുകൊണ്ട് തന്നെ അതിന് തന്നെയായിരിക്കും മാസും കൂടുതൽ.